അപ്പൊ എവിടേക്കാ പോണെച്ചിങ്ങ? കാളറോഡ് പള്ളിക്ക് പോവാട്ടാ. നല്ല മഴ ഉണ്ട്, മഴത്താണ് പോകുന്നത്. എന്താണ് താക്കോല് കൈ പിടിക്കുന്നത്? താക്കോല് കൈ പിടിക്കില്ല. നല്ല മഴയിട്ടാണ്, മഴയത്താണ് പോണത്. ഇതൊരു മയക്ക പറ്റൂല, മയക്ക എന്ത്? താക്കോലെ കയ്യെ പിടിച്ചോ? ഞങ്ങള് പോവാട്ടെ മഴയത്ത് കാളറോട്ടിക്ക്. വോയിസ് കൊടുക്ക നല്ലതിലേക്കാ. അയ്യോ വോയിസ് പറയാ, എല്ലാരും സൗണ്ടും കേക്കാം എല്ലാവർക്കും അല്ലേ? ഇന്നിങ്ങനെ എല്ലാവരും വർത്താനം പറയുന്നത് കേൾക്കണ്ടേ? എന്റെ വർത്താനം മാത്രം കേൾക്കാം. അപ്പൊ ഇങ്ങനെ വണ്ടി ഓടിക്കുക, താക്കോൽ എടുക്കാണ്ട് വരുന്നു. ഞാൻ ഈ ചെരുപ്പിട്ടാലോ? വെള്ളത്തിന് പോയിട്ടില്ല, വന്നിട്ട് വേണം വെള്ളം കൊണ്ടുപോയി. ഞങ്ങള് ഗുരുവായൂർക്ക് മാത്രമൊന്നല്ല കേട്ടോ പോവാ, ഞങ്ങളുടെ പള്ളിയിലേക്ക് പോവാ അല്ലേ? ഞങ്ങള് വീട് വെക്കാൻ കാരണം എന്താ അറിയോ? വീട് ഞങ്ങൾക്ക് ആയത് തന്നെ കാളറോഡ് തങ്ങൾപ്പാടെ അനുഗ്രഹം കൊണ്ടാ. മനസ്സിലായോ? ഗേറ്റ് ഒന്നും അടക്കണ്ടേ? ഗേറ്റ് അടക്കനാ ഉണ്ടല്ലേ? നമ്മള് അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല കൊണ്ടുപോകാൻ. ഇവര് പള്ളി പൊട്ടി ചെരുപ്പൊക്കെ ഇട്ടിട്ട് വരുന്നു. ഓ എത്ര ഉണ്ടായാലും ഇല്ലാത്ത പോലത്തെ കാട്ടിക്കിട്ടല്ലേ. ചെരുപ്പിട്. ആ ഗേറ്റ് അടച്ചോ? അയ്യേ അവിടെ ഒന്നും ഒതുക്കി വെച്ച ചെരുപ്പൊക്കെ തോന്നി ഒരു വൃത്തിയില്ല കേട്ടോ യൂണിമോൾക്ക്. ആ അപ്പൊ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുന്നില്ല. എന്ത് പാട്ട് പാടാണ് നീ പഠിക്കുന്നത്? ഞങ്ങൾ പെട്ടി വണ്ടിയില് ഞങ്ങളുടെ വാഹനം ഞങ്ങൾക്ക് ഇതാ പറ്റുള്ളൂ. കാറ് മേടിക്കാതൊന്നും ഇപ്പൊ പാകില്ല. അതൊക്കെ കാറ് വാങ്ങാനൊന്നും പാകില്ല. പെട്ടി വണ്ടിയാണ് ശരണം. പാകറ കാളറോഡ് എത്തിയിട്ട് കാണാം. ഞങ്ങൾ എന്തെങ്കിലും ഇപ്പൊ പാർട്ടി ദിക്കറൊക്കെ ചെല്ലിട്ട് ഇരുന്നിട്ട് പോട്ടെ അല്ലേ? വണ്ടിയിലാ പോണത്. അപ്പൊ നീ കാളറോഡ് എത്തിയിട്ട് കാണാട്ടാ. കുഞ്ഞോള് നീച്ചോ? കുഞ്ഞോള് ഉറങ്ങിയിരുന്നു. കാളറോഡ് ആയി നോക്കി. ഇവിടൊക്കെ ഷീറ്റ് ഇട്ടൂടെ മുന്നിട്ടുണ്ടായിരുന്നാ മഞ്ഞ പോലത്തെ സംഭവം. അടക്കട പ്രാവോള് നോക്കടാ. എന്ത് ഭംഗിയല്ലേ, നല്ല രസമുണ്ട് കാണാന്. പള്ളിയൊക്കെ ആകെ മാറി, നല്ല വൃത്തിച്ച്. ഒക്കെ മരിച്ചു പോയത് ഖബറാണ് മക്കളെ. ആണ് മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലം എഴുതിക്കണണ്ട. മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലം അവിടെയാണ് പള്ളിക്കാട്. നമ്മളൊക്കെ ഓരോരുത്തർ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മറവീണ സ്ഥലം. എത്ര ഉണ്ടാക്കിയിട്ടും കാര്യമൊന്നുമില്ല. പോയി കിടക്കേണ്ട സ്ഥലം കണ്ട കാട്ടിൻ്റെ ഉള്ളില് മണ്ണിൻ്റെ അടിയില. കൂട്ടിന് ആരുണ്ടാവുക? ചെതലുകളും ഉറുമ്പുകളും മാത്രം. നമുക്ക് യാസിനൊക്കെ ഓതിയാലേ പോയിട്ട് കുഞ്ഞോളെ ടിക്കറൊക്കെ ചെല്ലിയാട്ടാ. നന്നായി പ്രാർത്ഥിച്ച ഒക്കെ ഉണ്ടാവും. നോക്കണ്ട, പേടിയാവും. പേടിച്ചിട്ട് എന്താ കാര്യല്ലേ? നമ്മള് യാസിനൊക്കെ ഓതിട്ടാ. ഞങ്ങൾ വീട് വെച്ചത് ഇവിടുത്തെ കാളറോഡ് തങ്ങൾപ്പാടെ അനുഗ്രഹം കൊണ്ടാട്ടാ. നമുക്ക് എത്ര പെട്ടെന്ന് വീടായിന്നറിയോ? പിന്നെ ഫൈസീനെ ആൺകുട്ടി വേണം പറഞ്ഞപ്പോൾ ഒരാടിനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. യാസിൻ്റെ ജിൽത്തെടുത്തു. യാസിൻ്റെ കുഞ്ഞോള് തിക്കറില്ലിക്കോ? കുഞ്ഞോള് നമുക്ക് യാസിനെ അതറിയോ? തിക്കറല്ലേനെ ഓദിക്കോ. അതിന് പറപ്പിക്കടി, അതിന് പറന്ന് പോവും. നല്ല ഭംഗി ഉണ്ടാവും.
ഈ നല്ല രസമുണ്ട് കാണാൻ. ആ അരി തിന്നാനാ അങ്ങോട്ട് പോരെ, അരി തിന്നാനാ, അരി ഇട്ട് കൊടുത്ത് തിന്നാനേ. വന്നേക്ക്, അരി കഴിക്കാനാടി, അരി കൊടുക്ക, അത് തിന്നു കിടന്നിട്ട്. പക്ഷെ എന്തൊരു കഷ്ടം നോക്കി, ചവിട്ടണ്ട ചേച്ചോ. കുട്ടികള് അവറ്റ അരി തിന്നാൻ വന്നതാ, അവറ്റേക്ക് ഇപ്പം അരി തിന്നാ മറന്നാവറ്റ തിന്നോട്ടെ. ഇവിടുന്ന് മേടിച്ച് പൈസ മോതിര, എങ്ങനത്തെ മോതിര നമുക്ക് മേടിക്കാനാ? എനക്ക് വേണോ? അയ്യോ കുഞ്ഞോളോ, പിന്നെ എങ്ങനത്തെ വീണ്ട് പറയും. പൂമ്പാറ്റേ? അപ്പൊ കല്ലുള്ളത് എടുത്തൂടെ? കണ്ട അങ്ങനത്തെ എടുത്തൂടെ? ഇത് നല്ല ഭംഗിയുണ്ട്. ഇത് കുഞ്ഞോൾക്ക് മേടിച്ചോ? കുഞ്ഞോൾക്ക് പറ്റിയതുണ്ടാ? ലൂസുള്ളത് ഉണ്ടാവോ നോക്കി നോക്ക്. ഓരോന്നിട്ട് നോക്കിയേക്ക്. ഇട്ടോക്ക്. പറ്റില്ലല്ലേ? വേറെ നോക്കി നോക്കി. ഏതിലും ഒന്നും എടുക്കാനും പറ്റില്ല കേട്ടാ. അത് വേണ്ടേ? കുഞ്ഞോൾക്ക് കിട്ടിയാ? അത് പാകല്ലേ? ചെക്കനെ എങ്ങടെ നടക്കണ്? പൈസയെ ഒന്നും വേണ്ട. ഹിന്ദുക്കളൊക്കെ വരുന്നില്ലേ? മഴ ചാറുണ്ടേ. അപ്പോൾ ഗെയ്സ് ഞങ്ങളിതാ കാളറോടൊക്കെ പോയി കുറച്ച് നേരമായിട്ട് വീട്ടിലെത്തിയിട്ട് ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിന് പോകണമെന്ന്. അപ്പോൾ വെള്ളമൊക്കെ കൊണ്ടുവന്നു. കാളറോടിക്ക് പോകാനുള്ള കാരണം സ്കൂൾ തുറക്കാറായില്ലേ. അപ്പോൾ ഇവരൊക്കെ ഇനി പുതിയ ക്ലാസ്സുകളിലേക്കല്ലേ പോണത്. അപ്പോൾ നന്നായി പഠിക്കാനും ഒക്കെ ഒന്ന് സിയാറത്ത് ചെയ്തിട്ട് വരാം, എല്ലാ തടസ്സങ്ങളും നീങ്ങാൻ വേണ്ടിയിട്ട് പോയതാട്ടാ. നല്ലൊരു സത്യമുള്ളൊരു പള്ളിയാണ് കേട്ടോ അത് കാളറോട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട് വെക്കുമ്പോൾ ഞങ്ങൾക്ക് കാശൊന്നും അധികം ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് ഒരു കുറി കിട്ടിയത് 30,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെ ഇപ്പോൾ വീട് പണി തുടങ്ങുക അങ്ങനെയൊക്കെ ആയിരുന്നു. ആകെ ടെൻഷൻ്റെ ഇടയിൽ എന്താ കാളറോട്ടിക്ക് ഞാൻ നേർന്നുണ്ടായിരുന്നു. വേഗം വീട് പണിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ കൊടുക്കാൻ നേരില്ല ഓരോന്ന്. അത് തീവ്ര സൗണ്ട് കുറച്ചേ, നല്ല സൗണ്ട് ഉണ്ട്. അപ്പോൾ എനിക്ക് നല്ലൊരു വിശ്വാസമായിട്ടാ. പെട്ടെന്ന് വീട് കയറി വീട് പണി തുടങ്ങി ഒരു കൊല്ലമാകുമ്പോഴേക്കും ഞങ്ങൾ വീട് ഇരുന്നുട്ടാ. അപ്പോൾ അത്രയും വിശ്വാസമായിട്ട് ഞങ്ങൾക്ക് ആ പള്ളി. പിന്നെ പൈസീനെ ആദ്യത്തെ പെൺകുട്ടിയല്ലായിരുന്നു, ഉണ്ണിമോളല്ലായിരുന്നു. രണ്ടാമത് ആൺകുട്ടിയാവാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ആൺകുട്ടി ആയി കഴിഞ്ഞാൽ അങ്ങനെ നല്ലൊരു തേട്ടുണ്ടായിരുന്നു, അങ്ങനെ നെയ്യത്തൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനക്ക് തന്നു, ആൺകുട്ടീനെ കിട്ടി. അപ്പോൾ ഒരു കൊറ്റനാടിനെ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല വിളിപ്പുറത്താട്ടാ. അവിടെ അന്യമതക്കാരൊക്കെ വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഇന്ന് പോയപ്പോൾ ഞാൻ കണ്ടുട്ടാ, 2-3 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അന്യമതത്തിൽ നിന്ന് വരുന്നുണ്ട്, ഹിന്ദുക്കളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുട്ടികളില്ലാത്തവർക്ക് ഒരുപാട് പേര് വന്നിട്ട് കുട്ടികളൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവം കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെ നല്ലൊരു സത്യമുള്ള പള്ളിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായിട്ടാ ആ പള്ളി, കാളറോട് പള്ളിയും പിന്നെ അതുപോലെ വരവൂരുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോവും.
ഇനി എനിക്കൊരു സ്ഥലത്തേക്ക് കൂടി പോകണമെന്ന് ആഗ്രഹമുണ്ട്. പൊന്നാനിക്ക് പോകണമെന്നുണ്ട്. പൊന്നാനി ഒരു ഷെയ്ഖ് സൈനുദ്ദീൻ മക്കാമ് അവിടെ ഒരു തങ്ങൾപ്പാവുണ്ട്, അങ്ങോട്ട് ഒന്ന് പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പഠിച്ച വിചാരിച്ച് അങ്ങോട്ടും കൂടി ഒന്ന് പോകണം, അവിടേക്കും കൂടി എത്തിപ്പെടണം. ബാക്കിയൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞങ്ങൾ കുറേ പള്ളികൾക്ക് സിയാറത്ത് പോയിട്ടുണ്ട്. ഞാൻ, ഉപ്പ, ഉമ്മ, പിന്നെ എൻ്റെ ഉപ്പാടെ ഉമ്മ, വലിയമ്മ മരിച്ച് പോയിട്ടാണ്. ഹാണ്ടായിരുന്നു, 2 കൊല്ലമൊക്കെ ആയി വലിയമ്മ മരിച്ചിട്ട്. അപ്പോൾ അവരൊക്കെ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ പോയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് സിയാറത്ത് ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെയൊക്കെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യത്തിന് പോയതാട്ടെ. മക്കൾ സ്കൂൾ തുറക്കാറായില്ലേ, നന്നായി പഠിക്കാനുള്ള ഒരു ഇത് കിട്ടാനൊക്കെ വേണ്ടി ഒന്ന് സിയാറത്ത് ചെയ്തിട്ട് പോന്നു. നല്ല യാത്രയൊക്കെ സുഖമായിരുന്നു കേട്ടോ. വണ്ടിയിലൊക്കെ നല്ല ചാറ്റൽ മഴയൊക്കെ കൊണ്ട് പോകാൻ നല്ലൊരു എയിമുണ്ടായിരുന്നു. പിന്നെ വണ്ടിയിലിരുന്ന് സംസാരിക്കാൻ പറ്റണില്ല. ഇനി നമുക്ക് വീഡിയോയിൽ കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ വോയിസ്, വീട്ടിൽ എല്ലാവരും വർത്തമാനം കേൾക്കണം. എൻ്റെ വോയിസ് മാത്രമല്ല നിങ്ങൾ കേൾക്കണുള്ളൂ, സൗണ്ട് കൊടുക്കണത്. അപ്പം ഇനി ഇക്കാടെയും മക്കളുടെയും എല്ലാവരും വർത്താനം കേൾക്കാം. അപ്പം ഇനി വീട്ടിൽ ചെറുതായിട്ട് നമുക്ക് ഓരോരുത്തരൊക്കെ പ്രാങ്ക് ആക്കാട്ടോ, അങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടാം നമുക്ക്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ, ഒക്കെ ശരിയാവും. പിന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്കൊക്കെ തീരെ കുറവാട്ടോ. എന്താ അപ്പോൾ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യുക. ആരും മറന്നു പോണതാണോ എന്നറിയില്ല, കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. കമൻറ്റ് 2-3 പേരൊക്കെ എന്നാൽ ഗുരുവായൂർ അമ്പലത്തേക്ക് പോയില്ലേ, അതിൽ മാത്രമുള്ളൂ ഇങ്ങനെ തോന്നെ കമൻറ്റ്. അത് ഞങ്ങൾ അയൽവാസിയല്ലേ, എന്നും കണ്ട ആൾക്കാരല്ലേ, അപ്പോൾ അവരൊന്ന് ക്ഷണിച്ചപ്പോൾ പോയതാട്ടാ. അപ്പോൾ ഇനി അങ്ങനെ അപ്പോൾ അതിൽ മാത്രമുള്ളൂ കേട്ടോ ഒരു കമൻറ്റുകൾ കുറേ കാണുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറയണം. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര ഉള്ളൂ കേട്ടോ, ചെറിയൊരു വീഡിയോയാണ്. കണ്ട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക. അത്രയൊക്കെയുള്ള പറയാൻ. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനൊക്കെ ഷെയർ ചെയ്ത് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഷെയർ ചെയ്യണം കേട്ടോ. അങ്ങനെ അപ്പോൾ അടുത്ത നല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ടാറ്റാ, അസ്സലാമു അലൈക്കും.